അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മൽ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അയാൾ സ്വർഗത്തിൽ കടന്നുപോയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവസാനമായി ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവസാനമായൊരു മനുഷ്യന് പറയാൻ സാധിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ താക്കോലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് പാസ്സാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പ്രപഞ്ച സത്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പൊരുളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാളും വലുതാണ്. ആരംഭ റസൂൽ പറഞ്ഞില്ലേ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിങ്ങനെ ചെറുപ്പം മുതൽക്കേ കേട്ട് കേട്ട് വന്നിട്ട് നമ്മളിങ്ങനെ അശ്രദ്ധയോടുകൂടെ പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഘനം നമുക്ക് മനസ്സിലായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആരംഭ റസൂല് പറഞ്ഞു ഈ ലോകം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും ഒരു ത്രാസിന്റെ ഒരു തട്ടിലും അതേ ഇഖ്ലാസുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ത്രാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ഭാരം കൂടുക എന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, ഞാൻ ഈ 1 മണിക്കൂർ നേരം അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്, എങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ്? ഞാൻ അങ്ങോട്ട് കടക്കുക പോലും ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, തമ്പുരാനേ ദിക്റാണല്ലോ പടച്ചവരെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. അല്ലാഹുവേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകളുടെ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വക്സിറൂ ബിൽ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണേ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറക്കരുത്, ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും മിനിമം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ നിങ്ങൾ പതിവാക്കണം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഇടക്ക് എന്റെ ഒരു ഇജാസത്ത് എന്ന നിലയിൽ ഒരു സമ്മാനമായിട്ട് എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. തമ്പുരാനെ നീ സ്വീകരിക്കണം പടച്ചവനെ. എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ സ്വന്തം നഫ്സിനോടും എന്റെ വക ഒരു ചെറിയ സമ്മാനം, എന്റെ ഒരു ചെറിയ വസിയത്താണ്. എല്ലാ ദിവസവും ഒരു മിനിമം 100 പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ പതിവാക്കണം.